ഹായ്, ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ കഫേ വെബ്സിലേക്ക് ഉണ്ടാക്കുന്ന ഓരോ സ്നാക്സിൻ്റെ റെസിപ്പീസ് ഓരോ ദിവസം അപ്ലോഡ് ചെയ്യാമെന്ന്. ഇതൊക്കെ ഞാൻ തന്നെയാട്ടോ ഉണ്ടാക്കണത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ. ഇപ്പം നമ്മുടെ അതൊരു ഡെയിലി റൊട്ടീനായി. ഇപ്പം ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കും. എപ്പോൾ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഇപ്പം നമുക്കൊരു ഏകദേശം ഐഡിയകളൊക്കെ ആയി. ഇതെല്ലാം ഞാൻ തന്നെ മിക്കതും ഞാൻ തന്നെയാണ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കും. പിന്നെ ഇപ്പം കട 24 ഹവേഴ്സാക്കി. നേരത്തെ ഉച്ചതൊട്ട് 2 മണി വരെ ഉണ്ടായുള്ളൂ. ഇപ്പോൾ 24 ഹവേഴ്സ് ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കണം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ടിൻചേട്ടൻ എന്നോട് ചോദിച്ചു, നിന്നെക്കൊണ്ട് പറ്റൂടി എന്നൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയല്ലേ ടിൻചേട്ടാ, നമുക്ക് ഓരോരോ അവസ്ഥകളും വരുമ്പോഴാണല്ലോ നമ്മളങ്ങനെ ചെയ്ത് തുടങ്ങുക. ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് എല്ലാം ഓക്കെ ആയി. ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സമയം പോലെ ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കി വെക്കും. പിന്നെ നസ്ലീനൊക്കെ വന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഷോപ്പിലേക്ക്. പിന്നെ 2-3 പേര് വന്നായിരുന്നു. പക്ഷേ സെൽഫി എടുത്തേക്കുന്നതിൻ്റെയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തേക്കാം. ചിലവരുടെ ഒന്നും ടെൻഷന് എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഷോപ്പ് എരൂർ മാത്തൂരാണ് കേട്ടോ. റെയിൽവേ ഓവർ ബ്രിഡ്ജ് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഷോപ്പാണ്. ഇപ്പം നമ്മുടെ കടയിൽ ഇങ്ങനെ 24 ഹവേഴ്സ് ആയതുകൊണ്ട് ഇങ്ങനെ സ്റ്റാഫുകളുണ്ട്. റൊട്ടേറ്റ് ചെയ്ത് വരും അവരും. എല്ലാവരും സപ്പോർട്ടീവാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ ഓരോന്നും ഞാൻ യൂട്യൂബ് നോക്കിയാട്ടോ പഠിച്ചത്. എല്ലാം യൂട്യൂബ് നോക്കി തന്നെ പഠിച്ചത്. ഓരോ സ്നാക്സ് ഇങ്ങനെ മലബാറി സ്നാക്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ച് സക്സസ് ആയിട്ട് മാത്രമാണ് ഞാൻ കഫേ വെബ്സൈറ്റ് വെച്ചിട്ടുള്ളൂ. എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. യൂട്യൂബ് നോക്കി ഓരോന്ന് ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അയച്ചു തരും, ഇത് നോക്ക്, ഇങ്ങനത്തെ നീ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. പിന്നെ ടിൻചേട്ടനും ചിലതൊക്കെ പറഞ്ഞു തന്നു, ഇതൊക്കെ ശരി എളുപ്പമാണ്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ ചിലതൊക്കെ ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കിയായിരുന്നു. ഈ സ്നാക്സൊക്കെ വേണ്ട ഒരു കഫേ വെബ്സൈറ്റ് വന്നേ, അത് അഭിപ്രായങ്ങളും പറയണം. ഉച്ചയോട് 11 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സൊക്കെ ഒരുവിധം ഞാൻ അങ്ങോട്ട് എത്തിക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ കടയിൽ ബ്രെഡും ബീഫ് സ്റ്റൂവും ആണ്. അതും 24 ഹവേഴ്സ് ഉണ്ട് ഇപ്പം. പിന്നെ ഷേക്ക്, മൊജിറ്റോ എല്ലാം ഉണ്ട് കേട്ടോ. ബർഗറൊക്കെ അവിടെ വെച്ച് തന്നെ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ്, ചിക്കൻ ഫ്രൈ അതൊക്കെയാണുള്ളത്. പിന്നെ വേറെ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സ്നാക്സ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളവർ എന്തായാലും അഭിപ്രായം പറയണേ. ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് പറയാം, നല്ലതാണെങ്കിലും നല്ലതാണെന്ന് പറയണം. എന്തായാലും പറയണം. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ ഇതേവരെ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കൂടുതൽ വീഡിയോ ഇതിൻ്റെ ഓരോന്നായിട്ട് റെസിപ്പീസിൻ്റെ വീഡിയോസായിട്ട് ഞാൻ പുറകെ വരാം. പിന്നെ ഇത് ഞങ്ങളുടെ സ്വന്തം മണവാട്ടിയാണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ പ്ലീസ്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.